ഞാൻ ഒരു കാര്യം പറ്റേ ഇപ്പൊ ഇവിടുന്ന് വന്ന ദീപില് ഇപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇവരെ എവിടെ വന്നാണെന്ന് ചോദിച്ചു. ഇവരോട് നിങ്ങൾ എവിടെ വന്നാണ് അവരോട് ചോദിക്കും. എവിടുന്ന പറഞ്ഞോ സ്ഥലം പറഞ്ഞു. ആലപ്പുഴ എപ്പോഴാ വന്നേ എപ്പോഴാ വന്നേന്ന് ചോദിക്കേ. എപ്പോഴാ വന്നേക്കണേ? ഇന്നലെ വന്നതാണല്ലോ. ഒരു പോത്ത് എടുക്കാൻ വേണ്ടി പിന്നെ റൂം എടുത്തിട്ട് ഇവിടെ കിടക്കാം. ചോദിച്ചു നോക്കാം അവരോട്. അല്ല അതിനുള്ള സംഭവം നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പോത്ത് കർഷകർക്ക് വേണ്ടി നല്ല കിടിലം വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. കിടിലം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാന പ്യുവർ ക്വാളിറ്റി ഉള്ള പോത്തും കുട്ടികൾ മാത്രം. ഞാൻ ഇത് അറിവില്ലാണ്ടല്ല കേട്ടോ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ ബോധ്യത്തോടും നല്ല സംതൃപ്തിയോടും അല്ലെങ്കിൽ നല്ല ആത്മധൈര്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഹരിയാന ക്വാളിറ്റി പ്യുവർ മുറ പോത്തും കുട്ടികൾ അത് 100% മുറയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പോത്തും കുട്ടികൾ എന്ന് ഞാൻ ധൈര്യത്തോടെ പറയും. ഞാനിത് പറയുന്നത് കേവലം ഒരു യൂട്യൂബർ ആയിട്ടല്ല, നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല എന്ന് പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ പോത്തിനെ വളർത്തി ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ സാധിക്കും കേരളത്തിലെ നമ്പർ 1 കുട്ടികൾ എന്ന്. നമ്മുടെ പോത്തുകളെ അങ്ങനെ ചൊമ്പക്കയറ് അല്ലെങ്കിൽ ചൊമ്പ ബെൽറ്റ് ഇട്ടിട്ട് ഹരിയാന മുറ പോത്തുംകുട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവന്റെ ഇടുപ്പൊന്നും നിങ്ങൾക്ക് കാണണ്ടേ, ജസ്റ്റ് ഞാൻ ഇവനൊന്ന് പുറത്തേക്ക് പിടിച്ച് കാണിക്കുന്നുണ്ട്. ഈ കെട്ടുന്നതിന് മുമ്പാട് ഞാൻ ജസ്റ്റ് ഇവനൊന്ന് വേണ്ട, ഇവനെയാണ് എങ്ങനെയുണ്ട് അവനായിരുന്നു കേട്ടോ. അവൻ മോനെ തൊടാൻ സമ്മതിക്കുന്നില്ല, അതിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മുഖം കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ പോത്തുംകുട്ടി. ഇവനെയാണ് നമ്മൾ കേരള പോത്തിൽ നിന്ന് ഹരിയാന മുറയിലേക്ക് മാറ്റിയത്. നല്ല ക്വാളിറ്റി ഉണ്ട്. വെറുതെ സാധാരണ ഫാമുകാർ പറയുന്ന മാതിരി വെറുതെ ഉള്ള ഒരു ഹരിയാന മുറ പോത്തുംകുട്ടി അല്ല. ഞാൻ ഈ പറഞ്ഞതിൽ എന്തുട്ടെങ്കിലൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ചെയ്യണം. നമുക്ക് അറിയണം, നമ്മുടെ വ്യൂവേഴ്സിനെ അത് അറിയണം. കുറെ ആൾക്കാർക്ക് ഇത് പഠിക്കാനുണ്ടാവും, കുറെ ആൾക്കാർ സംശയം തീരാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ചന്തകളിലെ വീഡിയോ അല്ല പിന്നെ എങ്ങനെയാ ഫാമുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷേ ഇതങ്ങനെ ചെയ്യാനുള്ള കാരണങ്ങൾ കുറേ ഉണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇന്ന് നമുക്ക് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും ചർച്ച. അടിപൊളി പോത്തുകുട്ടികൾ അവിടെ വിറ്റ് പോകുന്നുണ്ടോ? നിങ്ങൾ ഇത് വീഡിയോ എന്തായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. 140 കിലോന്റെ റേഞ്ച് തൊട്ട് 220-230 കിലോ തൂക്കം വരെയുള്ള ഇത് ഏകദേശം 238 കിലോ അല്ലെങ്കിൽ 218 കിലോന് അങ്ങനെ തൂക്കമുള്ള ഒരു പോത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 275 രൂപയാണ് കിലോയിന് ഇവിടെ തൂക്കം. ഇത് നമ്മുടെ കുതിരാൻ മുറ ഫാമാണ്. ആളതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഫാം തൊട്ടന്നെ അതിനുണ്ടായിരുന്ന സ്ഥലത്തിന് ഒരു ജസ്റ്റ് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഇപ്പോൾ പുതിയ ഫാം സെറ്റപ്പ് ചെയ്തേക്കുന്നത് ആള്. അപ്പോൾ അതാ പോത്തുംകുട്ടികളുടെ ഇടുപ്പൊക്കെ കണ്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള സാധാരണ കർഷകർ, അതായത് 140 കിലോ തൊട്ട് 220-240 കിലോന്റെ റേഞ്ചിലുള്ള പോത്തുംകുട്ടികളെ വരെ എടുക്കുന്നതും അതിന്റെ തൂക്കം കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 240 കിലോ അല്ലെങ്കിൽ ഒരു 220 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 40-42 രൂപയൊക്കെ വില വരും കേട്ടോ. ഈ ഒരു പോത്തുംകുട്ടി 138 കിലോ ഉള്ള പോത്തുംകുട്ടിയാണ്. ഇവന്റെ ശരിക്കുള്ള ഒരു ഇടുപ്പ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വെറുതെ ഞാൻ എന്താ പറയാ, വെറുതെ കുറെ പോത്തുംകുട്ടികളെ കാണിച്ച് അങ്ങനെയല്ല. 175 രൂപ കിലോ എന്ന് പറയുമ്പോൾ പോത്തുംകുട്ടികളുടെ ഇടുപ്പും കാര്യങ്ങളും ഭംഗിയും ചെറിയ പോത്തുംകുട്ടികളും വലിയ പോത്തുംകുട്ടികളും എല്ലാം. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമ്മുടെ റിജേട്ടൻ ലാസ്റ്റ് നമ്മുടെ എന്താ പറയാ ആള് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാർച്ച് 24 ഡേറ്റ് വെച്ചിട്ടുള്ള കൊടുന്നിട്ടുള്ള പോത്തുംകുട്ടി ഈ ഒരു കൊല്ലാവുമ്പോ എന്തോരം വളർച്ച കാണിച്ചു എന്നൊക്കെ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ 138 കിലോ തൂക്കം പിടിച്ച പോത്തുംകുട്ടി, അവന്റെ ഇടുപ്പും അവന്റെ നീളം കാര്യങ്ങളൊക്കെ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് ഇത്രയധികം ഒരു ക്വാളിറ്റിയുള്ള കുട്ടികളെ ഞാൻ ഇവനെയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ കറക്റ്റായിട്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവനെയാണ് നമ്മൾ എന്താ പറയുക 150-160 കിലോ ഉള്ള പോത്ത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തായി എന്നുള്ളത് തീർച്ചയായിട്ടും ഇവനിൽ നിന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. റിജേട്ടൻ തന്നെ അത് പറയുന്നുണ്ട്. നമുക്ക് സംശയങ്ങളൊക്കെ അതിൽ തീർന്നു പോകും. ഒരു കൊല്ലത്തെ ഒരു വളർച്ചയാണ്. പ്യുവർ ക്വാളിറ്റി ആയതുകൊണ്ടും നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയുടെ
അതിൻ്റെ ഒരു കാര്യക്ഷമത ആ പോത്ത് കാണിച്ചു തന്നു നമുക്ക് ഒരു കൊല്ലം കൊണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി നാളുകളായി ഈ കുതിരമുറ ഫാം എൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. നിരീക്ഷണത്തിൽ മീൻസ് ഞാനതിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു അവസരത്തിൽ പോത്തുകുട്ടികളൊക്കെ ഇവരെ അവിടെ കഴിഞ്ഞ് ബാലൻസ് ഉള്ള പോത്തുകുട്ടികളെ ഞാനൊരു അവസരത്തിൽ ആരോടൊന്നും പറയാതെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിരുന്നു. എനിക്ക് ഒത്തിരി ക്വാളിറ്റി തോന്നിച്ചു പോത്തുകുട്ടികൾ. എല്ലാം കഴിഞ്ഞ് തരവുള്ള ഒരു 3-4 കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും 150 റേഞ്ചിൽ 140 തൊട്ട് 150, 170, 180 ആ റേഞ്ചിലുള്ള പോത്തുകുട്ടികൾ, 200, 220, 240 ആ റേഞ്ചിലുള്ള പോത്തുകുട്ടികൾ, അങ്ങനെ പലതരത്തിൽ പോത്തുകുട്ടികൾ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ഒരു കാര്യം പറയാം, ഞാനൊരു കർഷകനാണ്, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ 140 കിലോ ഉള്ള പോത്തുകുട്ടി അല്ലെങ്കിൽ 138 കിലോ ഉള്ള പോത്തുകുട്ടി ഏകദേശം 24-25 ഇടയിൽ വില വരും. പക്ഷേ അതിന്റെ പോരായ്മകളൊക്കെ വളർത്തുന്ന രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് പലപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചിലർ ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും, അവൻ ചന്തയിൽ കയറി നടന്നിരുന്നതല്ല, പിന്നെ എന്താണ് ഫാമില് നല്ലത് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ നമ്പർ 1 കുട്ടികളെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട്, ഈ വീഡിയോയിലുള്ള പോത്തുകുട്ടികളൊക്കെ കണ്ടിട്ട് എന്താണെന്നുള്ളത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യണം. നമ്മുടെ ഹൈവേ ആണ് പോണേ, കുതിരാൻ തുരങ്കത്തിന് മുമ്പിലുള്ള ഹൈവേ ആണ് മുന്നിൽ കൂടെ പോണത് കണ്ടത്. അപ്പൊ അതിന്റെ അടിയിൽ ചെറിയൊരു പ്രശ്നങ്ങളും ആൾക്ക് അവിടുത്തെ എന്താ പറയാ അധികാരികൾ അവിടെ ഒന്ന് മാറാൻ പറഞ്ഞപ്പോ ആ സ്ഥലത്ത് നിന്ന് മാറിയതാണ്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. ആള് അതിന്റെ തൊട്ട് തന്നെ ആൾക്ക് പ്രോപ്പർട്ടിന്റെ അതിലേക്ക് ആള് ഈ സാധനം മാറ്റി വെച്ചതാണ് ആളുടെ ഫാം. ഇനി വേറെ സ്ഥലത്തേക്ക് ആൾ തൊട്ട് തന്നെ ആ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ഫാം സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അതായത് വീടിനോട് ചേർന്ന് തന്നെ ആൾക്ക് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണെന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. നമ്മുടെ വെറൈറ്റി ബൂരി ഐറ്റംസ് 2-3 തന്നെ കണ്ടു. ഇതൊക്കെ ഏകദേശം ഒരു 140, 145, 160 ആ റേഞ്ചിലുള്ള പോത്തുകുട്ടികളാണ് കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഓരോന്നിനെ തെരഞ്ഞു പിടിച്ചെടുക്കാത്ത, അതായത് പോത്തുകുട്ടിയുടെ ഹെഡ് ഒന്ന് കണ്ടാൽ മതി, നിങ്ങൾ വേറെ ഒന്നും കാണണ്ട. ആ പോത്തുകുട്ടിയുടെ ഹെഡ് മാത്രം. ഈ ഒരു പ്രാവശ്യം പലരും ചിന്തിക്കുന്നുണ്ടാവും, ചേട്ടാ അപ്പൊ ചന്തന്നാണോ പോത്തുകുട്ടികളൊക്കെ കണ്ടില്ലേ, ഫാമിൽ നിന്നാണ് എടുക്കണമെന്ന് വെച്ചാൽ, ഞാൻ മിക്കവാറും ഈ പ്രാവശ്യം തൂക്കി വാങ്ങിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ട്. വരും വീഡിയോകളിൽ നിങ്ങൾക്ക് അത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരും കാരണം എന്തായിരുന്നു എന്നുള്ളത്. ഇതേ നിൽക്കുന്നു നല്ല അടിപൊളി പോത്തുകുട്ടികൾ, നല്ല സെറ്റപ്പ് സാധനങ്ങൾ ഇതേ നിൽക്കുന്നുണ്ട്. അതേ കണ്ടില്ലേ, ഇതാ തല പൊന്തിച്ച് നിൽക്കുന്നതൊക്കെ ഏകദേശം ഒരു 220, 218, 230 ആ റേഞ്ചിലേക്കൊക്കെ വരുന്ന പോത്തുകുട്ടികളാണ്. പക്ഷെ അവരുടെ നീട്ടം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. എന്തുകൊണ്ടും ഹെഡ് പവറും കാര്യങ്ങളൊക്കെ, പിന്നെ പോത്തുകുട്ടിയുടെ സ്കിന്ന് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. വെച്ചാൽ അത്രയും ക്വാളിറ്റി ഉള്ള രീതിയിലാണ് റിജിയേട്ടൻ തെരഞ്ഞു പിടിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കണ്ടമാനം നടക്കാൻ പറ്റില്ല, ഇതൊരു താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പൊ പെട്ടെന്ന് പുതിയതായി തുടങ്ങിയിട്ടുള്ള സാധനം എങ്ങനെയുണ്ട് മുതല് ഒരു 218, 190, 218 ഇടയിലുള്ള ഒരു 220 ഇടയിലുള്ള ഒരു പോത്തുകുട്ടിയാണ് നമ്മൾ കാണിച്ചത്. റിജിയേട്ടന്റെ ഒരു കൊല്ലം നിർത്തിയ പോത്തുകുട്ടികളുടെ സ്നേഹം പ്രകടിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, റിജിയേട്ടൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡിൽ 50 ചില്ലറ കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ജാഫറാബാദിയിലെ ബ്രീഡ് ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നിൽക്കുന്നത്. ആളുടെ മോന് കൊടുന്നതെന്നാണ് പറഞ്ഞത് ആള്. നമുക്ക് ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡില് അജോ 50 കുട്ടികൾ വരും, അല്ലെങ്കിൽ 50, 52, 55 കുട്ടികളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ 45, 55 ഇടയിലുള്ള കുട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിൽ കുറച്ച് കുട്ടികളെ തെരവ് മാറ്റി നിർത്തി 2 ലോഡാക്കി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ട് ആളുകൾക്ക്, അത് കളയാൻ ഞാൻ തയ്യാറല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ലോഡോ കൊണ്ടുവരുന്നുള്ളെങ്കിലും ആ ഒരു ലോഡ് നല്ല ആത്മസംതൃപ്തിയോടു കൂടി ആളുകൾ തെരഞ്ഞു പിടിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകണം. അതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു തല തൊട്ട് മറ്റേ തല വരെ ഉള്ള ആളുകൾ 1-2 പോത്തിന് വാങ്ങിക്കാനായിട്ട് ഇവിടെ റൂം എടുത്തിട്ട്, അതായത് കൊണ്ടുവരും എന്നുള്ള ദിവസത്തിൽ വന്ന് റൂം എടുത്ത് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്തു, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത പോത്തുകളൊക്കെ പിറ്റേ ദിവസം കൊടുക്കുള്ളെങ്കിലും മാർക്ക് ചെയ്ത ഒരു റൂമുകളിൽ പോയി താമസിച്ച് പിറ്റേ ദിവസം പോത്തിന് എടുക്കാൻ വരുന്നു. ഒരു പോത്തിനെ 2 പോത്തിനെ ഞാനും കണ്ടിരുന്നു കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് ഒരു പോത്തിനെ 2 പോത്തിനെ എടുക്കാൻ വന്ന സുഹൃത്തുക്കളൊക്കെ ഞാനും കണ്ടിരുന്നു. അപ്പൊ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അതായത് 175 രൂപ കൊടുത്ത് ലോകത്തില്ലാത്ത വില, ഞാൻ അങ്ങനെ പറയാം, ലോകത്തില്ലാത്ത വില കൊടുത്ത് അവരങ്ങനെ പോത്തിനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കാശ് കിട്ടും എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഈ കളിക്ക് നിന്നാൽ മതിയിട്ട്. ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാനൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ പോത്തുംകുട്ടികളുടെ, ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇതിലേക്ക് ആകർഷിപ്പിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തുംകുട്ടികളുടെ ഭംഗി, ചേല്, അവരുടെ ആ ലുക്കും ക്വാളിറ്റിയും ഒക്കെയാണ് എന്നെ ഇതിലേക്ക് ഒത്തിരി ആകർഷിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രാവശ്യം മിക്കവാറും
95% ഞാൻ ഇവിടെ നിന്ന് ആയിരിക്കാനാണ് സാധ്യത പോത്തുംകുട്ടികൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോത്തുംകുട്ടികളെ എങ്ങനെ ഇഷ്ടമായോ, എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, ഞാൻ പറഞ്ഞത് വെറുതെ ആണോ? കുതിരാമൂറ ഫാമിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ആവശ്യമില്ല എന്ന കാലഘട്ടത്തിൽ. അതായത് വലിയ വലിയ യൂട്യൂബേഴ്സ് ഒത്തിരി പ്രൊമോട്ട് ചെയ്തിട്ട് അവർ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഫാമാണ്. ഇന്ന് കേരളത്തിലെ നമ്പർ 1 പോത്തുംകുട്ടികൾ കിട്ടുന്ന ഒരു ഫാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പേര് മിക്കവാറും റെജിയേട്ടൻ്റെ കുതിരാൻ മുറ ഫാം തന്നെയായിരിക്കും. എനിക്ക് അതിലൊരു തർക്കമില്ല. ഞാൻ പലപ്പോഴും ഞാൻ തന്നെ നോക്കി കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് റെജിയേട്ടൻ്റെ ഈ ഒരു സംഭവം. ഇതേ നിൽക്കുന്നു കേട്ടോ. ഏകദേശം ഒരു 130 കിലോൻ്റെ 128 130 കിലോൻ്റെ 2 പോത്തുംകുട്ടികളെ മാറ്റി കെട്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എൻ്റെ കണക്കൂട്ടൽ ശരിയാണ്, നല്ല രീതിയിൽ നോക്കുന്ന ഒരു പോത്തുംകുട്ടി കർഷകന്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഒരു 65 രൂപ 70 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. അതിനുള്ള വളർച്ച കാണിക്കുമെന്നുള്ളതാണ് എനിക്ക് അവിടെ പോയി പോത്തുംകുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ഞാൻ വെറും വാക്കോ കിന്നര വാക്കുകളോ നിങ്ങളെ അതിലേക്ക് ആകർഷിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. പോത്തുംകുട്ടികളുടെ ഭംഗിയും കാര്യങ്ങളും അതിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ദേ കാണുന്ന പോത്ത് കണ്ടോ, ഏകദേശം ഒരു 218 220 അങ്ങനെ 2-3-4 പോത്തുകൾ നമ്മൾ വലുത് തൂക്കിയപ്പോൾ 218 238 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോത്തുംകുട്ടികളുടെ തൂക്കം വന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല നീട്ടുള്ള നല്ല വെടുപ്പുള്ള പോത്തുംകുട്ടികളെന്ന് തീർച്ചയായിട്ടും പറയാം. അതിൽ യാതൊരു വക തർക്കവുമില്ല. അപ്പോൾ റെജിയേട്ടൻ ഇന്ന് ലോഡ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച തന്നെ പോകുന്ന പറഞ്ഞേ. ഹലോ നമസ്കാരം, എല്ലാവർക്കും ജസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കുതിരാമുറ ഫാമിൽ റെജിയേട്ടൻ്റെ അടുത്താണ്. കുട്ടികളെ കുറിച്ച് ഇപ്പോൾ കുതിരാമുറ ഫാമിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പോത്തിനെ കാണിച്ചാൽ റെജിയേട്ടൻ, ഇത് നമ്മുടെ കയ്യിൽ എത്ര കാലമായിട്ടുള്ള പോത്താ? ഇതിപ്പോൾ മാർച്ച് 24, അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ കൊടന്നേൽ ഒരെണ്ണത്തിന് നിർത്തിയിട്ടുള്ളതാ? അല്ലല്ല, ഞാൻ കൊണ്ടുവന്ന് നിർത്തിയല്ല, ഞാൻ കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചാണ്. ഇത് എടുക്കണ സമയത്ത്, അതായത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ പോലെ നിൽക്കുന്ന സമയത്ത് എന്തോരം തൂക്കണ്ടായിരുന്നു? 150 കിലോ. 150 കിലോ. 150 കിലോ ഉള്ള ഒരു പോത്തായിരുന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ റെജിയേട്ടൻ്റെ അടുത്തേക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തുംകുട്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ്. അത് പ്യൂർ ഹരിയാന കുട്ടികൾ എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ടായത്. റെജിയേട്ടാ, കേരളത്തിലിപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്പർ 1 വില എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ നമ്പർ 1 വിലയാണ് റെജിയേട്ടൻ്റെ അടുത്ത്. അതുപോലെ തന്നെ നല്ല കുട്ടികൾ കിട്ടുന്ന ഒരു സ്ഥലവും ഇപ്പോൾ കേരളത്തിൽ നമുക്കൊരു എല്ലാ സ്ഥലങ്ങളിലേക്കും, ഇത് കേരളത്തിൽ മാത്രമല്ല, എനിക്ക് ഞാൻ തിരുവനന്തപുരം തൊട്ട് കഴിഞ്ഞാൽ അവിടെ തൊട്ട് ഇവിടെ ഉണ്ട്, കാസർഗോഡ് വരെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ എനിക്ക് തമിഴ്നാടുണ്ട്, കർണാടകത്തിൽ നിന്ന് ആൾക്കാരുണ്ട്. എല്ലാം ഇവിടെ വന്ന് കുറെ പേര് നിൽക്കില്ലേ? എനിക്ക് തോന്നുന്നു എല്ലാം വിറ്റ് കഴിഞ്ഞു. അതെ, നമുക്കിപ്പോ ഒരു കൊല്ലായിട്ട് ഭയങ്കര ഒരു ഫേമസ് ആയി നമ്മള് നല്ല കുട്ടികളെ. എന്ന് വെച്ചാൽ ഇതിന് മെയിൻ ആയിട്ട് എന്താ പറയുക, ഞാൻ ഇതിനകത്ത് ഇത് ഇടാറില്ല, വീഡിയോ ഇടാറില്ല. ഞാൻ കൊല്ലം കോട്ടയം എല്ലാവർക്കും ഫാമർക്ക് ഞാൻ കൊടുത്തോണ്ടിരുന്ന 4 വർഷം ഞാൻ ചെയ്തിട്ട്, കുറച്ചായിട്ട് ഞാൻ വീഡിയോ ഇട്ടെ. പിന്നെ ആ പരിപാടി ഞാൻ നിർത്തി. കാരണം ഞാൻ ഇവരെന്ത് പറയുന്നത്, ഞങ്ങൾ പോയിട്ട് കൊണ്ടുവന്നു, ഞങ്ങൾ ഇത്ര കഷ്ടപ്പാട് വഴി ചെയ്തു. പക്ഷെ ഞാൻ ഇവരെന്താ ചെയ്യണേ, ഞാനാ പോയിട്ട് തന്നെ അവരെന്നിട്ട് അവര് ഇപ്പൊ നമ്മള് കുട്ടികളെ ആർക്കും കൊടുക്കുന്നില്ല. നമ്മുടെ കുട്ടികള് നമ്മുടെ മാത്രമേ ഉള്ളൂ അല്ലെ? നമ്മുടെ ഒരു 140 മേലേക്കുള്ള കുട്ടികളുണ്ടാവും, വലിയ പോത്തുകളുണ്ടാവും. നമുക്ക് എങ്ങനെയായാലും എന്താ പറയാ, ഒരു ലോഡ് മാസത്തിൽ എത്ര തവണ ഉണ്ടാവും? അതിൽ ഒരു മാസം എത്ര തവണ ഇല്ല, ഞാൻ തന്നെ പോയിട്ട് വരണം. ഇപ്പൊ ഉള്ളതൊക്കെ ബുക്കിംഗ് ആണ്, ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ഇന്ന് ഞാൻ ഇതിന്ന് 2 കുട്ടികൾ എടുക്കാൻ പറ്റുന്ന വെച്ചപ്പോ നിർത്തിയില്ല. അന്നേരം തന്നെ വിളിച്ചില്ല, 5 വേണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചില്ല. ഈ പ്രാവശ്യത്തേക്ക് എല്ലാം ബുക്കിംഗ് ആണ്. അപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു 2, 3, 4, 5, 6 ലോഡ് ഉണ്ടെങ്കിലും വിറ്റു, അത് എത്ര വിറ്റു. പക്ഷെ നമുക്ക് നമ്മൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ട് വിൽക്കണം. നമ്മള് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മളൊരു തട്ടിപ്പിനും, നമുക്ക് ദൈവം ഒരാൾ ഇത് ചെയ്യണ്ടോ, നമ്മൾ ചെയ്യണോ, ഇന്ന് ചെയ്തോ. അല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, കുട്ടികൾ എപ്പോഴും സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നതിൽ റെജിയേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വാങ്ങിക്കുന്ന ഒരു കർഷകനെ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ നമ്പർ 1 വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പോത്തുംകുട്ടികൾ അതിനുള്ള ക്വാളിറ്റിയും കാണാറുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ റെജിയേട്ടന്റെ ഒരു കൊല്ലം, അതായത് 150 ചില്ലറ 150 കിലോ 160 കിലോന്റെ ഇടയിൽ ലൈവ് തൂക്കമുള്ള പോത്താണ് ഇന്ന് ഒരു കൊല്ലം കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഞാൻ റെജിയേട്ടന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു ഇൻട്രൊഡ്യൂസിന്റെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിന്റെ ആവശ്യമില്ല റെജിയേട്ടനെ സംബന്ധിച്ചിടത്തോളം. കുതിരാമൂറ ഫാം എന്ന് പറയുമ്പോൾ പോത്ത് പ്രേമികളൊക്കെ
പോത്തും കുട്ടികളുടെ നല്ല ഹരിയാന കുട്ടികളെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറ്റേ നീ ഇപ്പൊ ഇവിടുന്ന് വന്ന ദീപില് ഇപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇവരെ എവിടെ വന്നാണ് ചോദിച്ചു ഇവരോട് നിങ്ങൾ എവിടെ വന്നാണ് അവരോട് ചോദിക്കും എവിടുന്ന പറഞ്ഞോ സ്ഥലം പറഞ്ഞു ആലപ്പുഴ എപ്പോഴാ വന്നേ എപ്പോഴാ വന്നേന്ന് ചോദിക്കേ എപ്പോഴാ വന്നേക്കണേ ഇന്നലെ വന്നാണല്ലോ ഒരു പോത്ത് എടുക്കാൻ വേണ്ടി പിന്നെ റൂം എടുത്തിട്ട് ഇവിടെ കിടക്കാം ചോദിച്ചോ അവരോട് അല്ല അതിനുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മള് പൈസയും നമ്മൾ അതിനുള്ള മെനക്കെടും ചെയ്യുമ്പോൾ അതിനുള്ള ഗുണം ഉണ്ട്. അതാണ് ഞാൻ പോത്തും കുട്ടികളിലേക്ക് ഒന്നും പോകാണ്ട് ഈ ഒരു പോത്തിനെ മാത്രം കാണിച്ചിരുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രാവശ്യം വന്നിരുന്നു. അപ്പോൾ ഈ ഒരു പോത്തിനെ കണ്ടിരുന്നു. അപ്പോൾ വീഡിയോ ഇനി വേറെ എന്താ പറയാ നമ്മൾ അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്പർ 1 വില കൊടുക്കുമ്പോൾ നമ്പർ 1 കുട്ടികൾ കിട്ടും. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാൻ പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.